ഇന്ന് അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ചു കഴിഞ്ഞത്. എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തിനാണ് രേണുസുതിയെ ഇങ്ങനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നല്ല ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണോ ഈ പെൺകുട്ടിക്ക് ഇത്രമാത്രം നെഗറ്റീവ് കോമൻസ് കേൾക്കേണ്ടി വരുന്നത്? താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലോ അഭിനയിക്കാൻ അവസരം വന്നാൽ രേണുവിനെ സംബന്ധിച്ച് സുധി ജീവിച്ചിരുന്ന സമയത്ത് തീർച്ചയായിട്ടും രേണുവിൻ്റെ കാര്യങ്ങൾ നോക്കാനും സമ്പാദിച്ചു കൊണ്ടുവരാനും ഒരു വ്യക്തിയുണ്ടായിരുന്നു. അന്ന് രേണുവിന് മക്കളുടെ കാര്യം നോക്കി വീട്ടിലിരുന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം രേണുവിൻ്റെ ചുമലിലാണ്. ലക്ഷ്മി നക്ഷത്രയെ പോലുള്ളവർ ഒരു തുക മാസം കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സ്റ്റാർ മാജിക് നിർത്തിയതോടുകൂടി ആ തുക ലഭിക്കുന്നതും നിന്നു. ഇങ്ങനെയാണ് ആരുടെ സഹായവും ഒരു ദിവസം നിൽക്കും. സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകൂ എന്നൊരവസ്ഥയിൽ രേണു എത്തി നിൽക്കുകയാണ്. എത്ര ദിവസം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ജീവിക്കും? അവരും ജീവിക്കട്ടെ. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? അതിനെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമ അഭിനയിച്ചാൽ കാമമാകും, സങ്കടം അഭിനയിച്ചാൽ അത് കാമമാകും, എന്നാ കാണിച്ചാൽ അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്റെ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല. ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനമില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോ ഇങ്ങനെ ഒരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. ഒന്നും എന്ത് ചെയ്യുന്ന വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി, വേറെ ജോലിക്ക് പോകാൻ അറിയാം. സുധിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചു പോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്. വീട് കൊടുത്തത്. എനിക്ക് അതിനകത്ത് ആരും പരത്തടിക്കാനൊക്കെ അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞു. വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുകയാണ്. ആരും അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയം പോയി. ഓക്കെ വിട്ടോ തെറിയല്ല. ഇതൊരു ചാനൽ ഇന്റർവ്യൂ ആണ്. ഈ പുള്ളിക്കാരത്തെ വിളിച്ചു വരുത്തി രേണുവിനെ അപമാനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ ഇതേപോലെ തന്നെയാണ് എല്ലാവരും കൂടി ചുറ്റും കൂടി നിന്ന് അപമാനിച്ചത്. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ എത്തേണ്ട ഉയരങ്ങളിൽ എത്തുകയും ഈ പറഞ്ഞവരൊക്കെ എവിടെയും എത്താതെ പോവുകയും ചെയ്തു. സന്തോഷ് പണ്ഡിറ്റ് ഇന്നും എല്ലാവരാലും അറിയപ്പെടുന്നൊരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ കുറ്റം പറഞ്ഞ പലരും ഇന്ന് സിനിമയിലുമില്ല, സീരിയലിലുമില്ല, ഒരു കോമഡി ഷോസിലുമില്ല, എവിടെയും ഇല്ലാതെ എങ്ങോ പോയി മറിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആരെയും